ഇന്നൊരു ചട്നിയുടെ റെസിപ്പി കേട്ടോ. ഈ ചട്നി നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചട്നിയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അതിന് തേങ്ങാച്ചാർ എന്നാണ് പറയുക. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ നിന്നാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ചട്നിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചൂടുള്ള ഇഡ്ഡലി, നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ് ഇത് നന്നായി പോണത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഒക്കെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ളവരാണെങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കി കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ആഫ്റ്റർ മാരേജാണ് ഞാൻ ഈ ചട്നി കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ പാലക്കാട് നെമ്മാറ അതേപോലെ കൊടുവായൂർ ആ ഭാഗത്തൊക്കെ ഈ ചട്നി ഉണ്ടാക്കുന്നത് ഞാൻ പിന്നീട് പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ ഇത് കഴിച്ചവരുണ്ടെങ്കിലും പറയണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ സാദാ ജീരകം ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് മല്ലി, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കുരുമുളക് ഇട്ട് ഇതൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടി പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രയാണോ ചട്നി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി അരച്ചെടുക്കുക. പിന്നീട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഒന്ന് പൊട്ടിക്കുക. പിന്നെ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക അരിഞ്ഞത്. ആ ചെറിയുള്ളി നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഈ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് മിക്സർ ജാറിൽ ഇട്ടിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചട്നി ഇത്തിരി ലൂസായിരിക്കണം കേട്ടോ. പിന്നെ ചട്നിക്ക് ആവശ്യമായുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കൊടുക്കണം കേട്ടോ, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് ഇതിലൊരു തിള വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചട്നി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തന്നെയാണ് കേട്ടോ. നമ്മുടെ കടലക്കറിയുടെ ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് ഇതിന് തോന്നും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.